ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. എന്നും ഒരു പരിഹാസ കഥാപാത്രമായി മാറിയ ഒരു പച്ചയായ മനുഷ്യനാണ് രാഹുൽ ഗാന്ധി. സംശയം വേണ്ട. എത്ര നല്ലത് ചെയ്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ വീഴ്ചയെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം വിമർശകരുണ്ട് അങ്ങ് ഉത്തരേന്ത്യയിൽ. അത്തരത്തിലുള്ള പുതിയ വിമർശകരാണ് നമ്മുടെ കൊച്ചു കേരളത്തിലും ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് BJP-ക്കാരും സംഘപരിവാരും രാഹുൽ ഗാന്ധിയെ അഭിസംബോധന ചെയ്തിരുന്നത് പപ്പുമോൻ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു. അവരിൽ ചിലർ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള പുതിയ വിമർശകരാണ് നമ്മുടെ കേരളത്തിലും ഉണ്ടായിരിക്കുന്നത്. വയനാട്ടിൽ മഹാഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് രാഹുൽ ഗാന്ധി വയനാടിന്റെ MP ആയി മാറുന്നത്. വയനാട് സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ ഈ വിമർശകർ രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നത് വയനാടിന്റെ മൂപ്പൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ചില വിമർശകർ വയനാടിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞും വിളിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. സത്യത്തിൽ എന്ത് തെറ്റാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള വിമർശകരോട് ചെയ്തിട്ടുള്ളത്? പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ അദ്ദേഹം മോശമായി ചിത്രീകരിച്ചിട്ടുണ്ടോ? എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ CPM-നെ, ഇടതുപക്ഷത്തെ എപ്പോഴെങ്കിലും അദ്ദേഹം മോശമാക്കി ചിത്രീകരിച്ചിട്ടുണ്ടോ? ചില ആശയപരമായിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ശക്തമായ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെച്ചിട്ടുള്ളത് സംഘപരിവാർ ഫാസിസത്തിനെതിരെയാണ്. അത്തരത്തിലുള്ള പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹവും ഒരുപാട് വിമർശനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. ഊടും ഉറക്കവുമില്ലാതെ അദ്ദേഹം ഇത്തരത്തിലുള്ള ആളുകളെ ഈ രാജ്യത്ത് നിന്ന് തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിരുന്നു. ഭരണത്തെ ഇല്ലാതാക്കിക്കൊണ്ട് പുതിയ ഭരണം കൊണ്ടുവരാൻ അദ്ദേഹം ഒരുപാട് ഓടി നടന്നിട്ടുണ്ട്. ആൾക്കൂട്ട ആക്രമണങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായി തന്നെ ശബ്ദിച്ചിട്ടുണ്ട്. നോട്ട് നിരോധനവും കർഷക ആത്മഹത്യവും കടന്നു വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ശബ്ദമായി മാറിയിട്ടുണ്ട്. ഇതൊക്കെയാണോ രാഹുൽ ഗാന്ധി നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റ്? അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ വയനാടിന് സ്വാതന്ത്ര്യമേകാൻ വേണ്ടിയിട്ട് പായും പുതപ്പും നൽകിയതാണോ? രണ്ടാം ഘട്ടത്തിൽ 50,000 കിലോ അരി നൽകിയതാണോ നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റ്? ഒരു MP എന്ന നിലയിൽ വയനാട്ടുകാർക്ക് കൈത്താങ്ങാവാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നിട്ടുള്ളത്. വയനാട്ടുകാർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. മൂന്നാം ഘട്ടവും കടന്നു വരാൻ വേണ്ടി പോവുകയാണ്. വയനാട്ടുകാർക്ക് വേണ്ട ആവശ്യ വസ്തുക്കൾ നൽകാനായിരിക്കും മൂന്നാം ഘട്ടത്തിൽ അദ്ദേഹം ശ്രമിക്കുക. അദ്ദേഹത്തിന്റെ ഓഫീസിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യണമെന്നാണ് രാഹുൽ ഗാന്ധി ഓഫീസിനോട് ഉപദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൊണ്ട് സജ്ജരായി നിന്നിട്ടുള്ള രാഹുൽ ഗാന്ധിയെയും കൂട്ടരെയും വിമർശിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ്? ഇത്തരത്തിൽ വിമർശനവുമായി മുന്നോട്ട് വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ വിമർശിക്കുന്നത് പച്ചയായ ഒരു മതേതരത്വവാദിയെയാണ്, പച്ചയായ ഒരു മനുഷ്യ സ്നേഹിയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.